ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് MA ഇഗ്നോ പൊളിറ്റിക്കൽ സയൻസിലെ പൊളിറ്റിക്കൽ തിയറി ടെക്സ്റ്റ് ബുക്കിലെ ലിബർട്ടി എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ഭാഗമാണ്. ഇത് കാണുന്നതിന് മുമ്പ് ഡിസ്കസ് ചെയ്ത രണ്ട് ഭാഗവും കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇനി പോസിറ്റീവ് ലിബർട്ടിയെ കുറിച്ചിട്ട് പറയാം. പോസിറ്റീവ് ഐഡിയ എന്ന് പറയുന്നത് കുറച്ചുകൂടി എംബീഷ്യസ് ആണ്. അതൊരിക്കലും നമുക്കൊരു ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിൽ ഉപരിയായിട്ട് അതൊരു ആംബീഷ്യസ് ആയിട്ടുള്ള ഒരു പാഷൻ ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മളൊരു ജസ്റ്റ് എനിക്കത് ചെയ്യണം എന്നിങ്ങനെ ഒരു ഒബ്സ്റ്റാക്കിൾസ് നിന്ന് മാറിയിട്ടുള്ള ജീവിതമല്ല, പക്ഷെ നമ്മുടെ ഒരു ജീവിതത്തെ മീനിങ് ആയ രീതിയിൽ ജീവിച്ചു തീർക്കുക. ടു മേക്ക് പീപ്പിൾ ട്രൂലി സെൽഫ് ഡിറ്റർമൈൻഡ്. അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു ബ്രെഡ് വാങ്ങാനുള്ള ഫ്രീഡം ഉണ്ട്, പക്ഷേ ബ്രെഡ് വാങ്ങാനുള്ള പൈസ ഇല്ല. അവിടെ ഒരു ബാരിയർ, എന്താണ്, റീസ്ട്രെയിൻസ് അല്ലെങ്കിൽ എന്താ എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അപ്പം ഇതില് ഈ പോസിറ്റീവ് ലിബർട്ടിയിൽ നമ്മൾ ഈ ലോസ് കൊയേഷൻ മാത്രമല്ല, ബാക്കി എന്താണ് ഡിസീസ്, ഹാബിറ്റ്, അഡിക്ഷൻസ്, ഇഗ്നോറൻസ്, ഇങ്ങനെയുള്ള ഇന്റേണൽ ആയിട്ട് നമുക്ക് വരുന്ന കുറെ ബാരിയേഴ്സ് ഉണ്ട്. അതും കൂടി നോക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയും നമുക്ക് ഇന്റേണൽ റിസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് റൂസോയുടെ ഒരു മനോഹരമായ കോട്ട് ഉണ്ട്. ഇഫ് യു ആർ കൺട്രോൾഡ് ബൈ യുവർ ഡിസിയർ ഓർ പാഷൻ, വാട്ട് എവർ ഇറ്റ് വിൽ ബി, യു ആർ നോട്ട് റിയൽ ഫ്രീ, യു ആർ ദർ സ്ലേവ്. നമ്മൾ ഒരു വിഷയത്തിൽ ഒരു പാഷൻ നമുക്ക് ഉണ്ടായിരിക്കുക, അത് നല്ലതാണ്. അതിനുവേണ്ടി നമുക്ക് പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യണം, അല്ലെ അതിൻ്റെ മുകളിലാണ് നമ്മുടെ കൺട്രോൾ എങ്കിൽ ഓക്കെ, നമുക്കതില്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്ത് പോകാനുള്ള, അതിൻ്റെ മാസ്റ്റർ ആയിരിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ടെങ്കിൽ ഓക്കെ. അല്ലാതെ അതിന് അഡിക്റ്റ് ആയിട്ട് ജീവിതകാലം മുഴുവനും ഇങ്ങനെ ഒരു അടിമയെ പോലെ നമ്മൾ ജീവിക്കുന്ന, നമ്മൾ പോലും തിരിച്ചറിയാത്തൊരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രീ അല്ല, യു ആർ ദർ സ്ലേവ്. ആ ഒരു സ്ലേവ് ആണ്. അപ്പോൾ ചോദിക്കാം, ഇതെങ്ങനെയാണ് ഈ പാഷന്റെ സ്ലേവ് ആയിട്ട് ഞാൻ ജീവിക്കുന്നത്? അതിന് ഒരുപാട് സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഉണ്ടായിരിക്കും. അതായത് ഒരു സമൂഹത്തിന്റെ ഒരു സ്ട്രക്ചർ ആയിരിക്കും നമ്മളിൽ അങ്ങനെ ഒരു പാഷൻ സൃഷ്ടിച്ചെടുത്തത്. നമ്മുടെ ബാല്യകാലത്തുള്ള അനുഭവങ്ങൾ, മറ്റുള്ളവരിൽ നിന്ന് എടുക്കപ്പെട്ട പെരുമാറ്റങ്ങൾ, സാമൂഹ്യപരമായിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഇതൊക്കെ കൂടി നമ്മളിൽ ചേർക്കപ്പെട്ട ആ പാഷൻ, അതെനിക്ക് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു തരം മാനസികമായ അടിമത്തത്തിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വേറെയും ഉണ്ട്. നമ്മളിപ്പോൾ ആൽക്കഹോളിക് ആയിട്ടുള്ള പാഷൻസ്, മയക്കുമരുന്ന്, പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ജങ്ക് ഫുഡ് കഴിക്കുന്ന ഒരു വ്യക്തി, അത് അറിയാം, ജങ്ക് ഫുഡ് മോശമെന്നും അറിയാം, ഫ്രീ ആണ് ജങ്ക് ഫുഡ് കഴിക്കുന്നത്, പക്ഷെ അതിനോടൊരു ക്രേവ് ആണ്, നിർത്താൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ് അത്? ആ വിശപ്പിനാൽ കൺട്രോൾ അപ്പ് ചെയ്യപ്പെടുന്ന ഒരു മനുഷ്യന്. അപ്പൊ ട്രൂ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ വ്യക്തമായി ആ ഒരു സമൂഹത്തിന്റെ ഒരു സോഷ്യൽ സ്ട്രക്ചർ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടോ ഒന്നുമല്ല, നമ്മുടെ ഒരു കോൺഷ്യസ്ലി നമ്മൾ ചൂസൺ ചെയ്ത് നമ്മുടെ സെൽഫിനെ റിഫ്ലക്ട് ചെയ്യുന്നതാണ് ട്രൂ ഫ്രീഡം. ട്രൂ ഫ്രീഡം ആക്ടിങ് ഓൺ ഡിസയേഴ്സ് ദാറ്റ് ആർ കോൺഷ്യസ്ലി ചൂസൺ, റിഫ്ലക്ടിങ് യുവർ റിയൽ സെൽഫ്. Being a slave to desire means opposite to freedom. Desire shaped by environment or upbringing, heteronomous ആണ്, not only one on. True freedom fulfilling only those desires consciously chosen by reflective of the self. അപ്പൊ അതിലൊരു കോട്ട് ഉണ്ട് സോഷ്യൽ കോൺട്രാക്റ്റിലെ, ഭയങ്കര ഫേമസ് ആണ്. ദ ഇമ്പൾസ് ഓഫ് മിയർ അപ്പറ്റൈറ്റ് ഈസ് സ്ലേവറി വൈൽ ഒബീഡിയൻസ് ടു എ സെൽഫ് പ്രിസ്ക്രൈബ്ഡ് ലോ ഈസ് ലിബർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം ഇത് തന്നെയാണ്. നമ്മുടെ ഡിസയേഴ്സിന് സ്ലേവ് ആയിരുന്ന അവിടെ ഫ്രീഡം ഇല്ല. അതുപോലെ തന്നെ ഒരു കന്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നാച്ചുറൽ ഡിസയേഴ്സ് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുകയാണെങ്കിൽ അവിടെ ഫ്രീഡം ഇല്ല എന്നുള്ള കാര്യത്തിന് അതേ അഭിപ്രായം കന്തിനും ഉണ്ടായിട്ടുണ്ട്. ഈ പോസിറ്റീവ് ഫ്രീഡം, ട്രൂ ഫ്രീഡം എന്ന് പറയുന്നത് ഹാവിങ് എ വോയിസ് ഇൻ ഫ്രെയിമിംഗ് ലോസ്. റൂസോന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ്. അത് നമ്മുടെ ഒരു കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആണ്, ഒരാൾ മറ്റൊരാളിൽ ഡൊമിനേറ്റ് ചെയ്യാത്തൊരു ഫ്രീഡം. അതായത് നമ്മളിപ്പോ ആബ്സെൻസ് ഓഫ് ലോസ് അല്ല ഫ്രീഡം, പക്ഷെ അണ്ടർ ലോസ് ആണ്. നമ്മളാ തയ്യാറാക്കപ്പെട്ട നിയമത്തിനുള്ളിൽ താമസിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഒരു ഫ്രീഡം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പോസിറ്റീവ് ലിബർട്ടി ഓൾവേസ് ലിങ്ക് ടു ഫ്രീഡം ടു ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ. പോസിറ്റീവ് ലിബർട്ടി എപ്പോഴും ചെയ്യുന്ന കാര്യം ഫ്രീഡത്തിന് ഡെമോക്രസി ആയിട്ട് ലിങ്ക് ചെയ്യും. ആബ്സെൻസ് ഓഫ് ലോ അല്ല, ലിവിങ് അണ്ടർ സെൽഫ് മെയ്ഡ് ലോ. നമുക്കൊരു പാർട്ടിസിപ്പേഷൻ ആ ലോയിലുണ്ട്. ഇപ്പൊ റൂസോയുടെ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്
ഹാവിങ് എ വോയിസ് ഇൻ ഫ്രെയിമിംഗ് ലോസ്. നമുക്കറിയാം ഇന്ത്യയിൽ നമ്മുടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് പാർലമെന്റ് ആണ്. പാർലമെന്റിൽ ആരെ അയക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഇവിടുത്തെ ഓരോ പൗരനും ഉണ്ട്. അപ്പൊ അതിന് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരേ ഒരു സിസ്റ്റം ഡെമോക്രസിയാണ്. ഡെമോക്രസി ഈസ് ദ ഓൺലി സിസ്റ്റം കമ്പാറ്റബിൾ വിത്ത് ഫ്രീഡം. ഇനി അതുപോലെ തന്നെ ഈ മോറൽ ഫ്രീഡത്തിൽ നമ്മളിപ്പോ ഈ പറഞ്ഞ നമ്മുടെ ഡിസീസിനെ കുറിച്ച് ഇന്നർ ഫ്രീഡം അല്ലെങ്കിൽ നമ്മുടെ പാഷൻസ് അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു ബാക്കിയുള്ള ഫിസിക്കൽ ഡിസീസ് അതിനൊന്നും സ്ലേവ് ആവാതെ ഇരിക്കുക, അതാണ് മോറൽ ഫ്രീഡം എന്ന് പറയുന്നത്. ഇനി സിവിൽ ഫ്രീഡം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഫ്രീഡം, പാർട്ടിസിപ്പേഷൻ ഇൻ മേക്കിംഗ് ദ ലോസ്. നമ്മൾ ലോസ് ഒക്കെ കളക്റ്റീവ്ലി ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി TS ഗ്രീൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അദ്ദേഹം പറയുന്നത് ഫ്രീഡം എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് അല്ലെങ്കിൽ മിയർ ആബ്സെൻസ് ഓഫ് റിസ്ട്രെയിൻറ്റ് അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫ്രീഡം എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് മിയർ അതായത് നമുക്കൊരു സ്വാതന്ത്ര്യമില്ലാത്തത് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്യുക, അതല്ല ഫ്രീഡം എന്ന് പറയുന്നത്. ഒരു പോസിറ്റീവ് കപ്പാസിറ്റി ആണ്. വെൻ ദേ ഹാവ് ദ പവർ ആൻഡ് എബിലിറ്റി ടു ഡു സംതിങ് വർത്ത് വെൽ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, ഹെർത്ത്, മീനിങ് ഫുൾ വർക്ക്. ഇപ്പോൾ എനിക്കൊരു സയന്റിസ്റ്റ് ആവണം, പക്ഷെ അതിനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ല എങ്കിൽ എങ്ങനെയാവാൻ പറ്റും? അപ്പോൾ വൺസ് ഓൺ ഡെവലപ്പിംഗ് വൺസ് ഓൺ പൊട്ടൻഷ്യൽ ആണ് ഫ്രീഡം എന്ന് പറയുന്നത്, അല്ലാതെ ഇന്റർഫിയറൻസ് അല്ല. എന്നെ ആരും ഉപദ്രവിക്കരുത്, എനിക്ക് ഭക്ഷണം കഴിക്കണം, ഉണ്ണണം, ഉറങ്ങണം, ഇങ്ങനെ ജീവിക്കുന്നതല്ല ഫ്രീഡം. ബട്ട് അബൌട്ട് ഡെവലപ്പിംഗ് വൺസ് ഓൺ പൊട്ടൻഷ്യൽ, അതിനുള്ള സാഹചര്യങ്ങളും കൂടി ഉണ്ടായിരിക്കുമ്പോഴേ അവിടെ ഫ്രീഡം ഉള്ളൂ. അപ്പോൾ ഇതൊരു എക്സ്പെൻസ് ഓഫ്, നമ്മൾ ഒരിക്കലും എൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളെ അടിമയാക്കി വെക്കരുത്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് അതേഴ്സ്. ഇറ്റ് മസ്റ്റ് ബി ഷെയർഡ് ആൻഡ് എൻജോയ്ഡ് കളക്റ്റീവ്ലി. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഒരാളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ സൊസൈറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ മാക്സിമം ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. എന്താണ്, മേക്ക് ദ ബെസ്റ്റ് ദംസെൽഫ്. ഇവിടെയാണ് സോഷ്യൽ ജസ്റ്റിസ്, വെൽഫെയർ, ഈക്വാലിറ്റി, ഓപ്പർച്യൂണിറ്റി ഒക്കെ വരുന്നത്. അപ്പോൾ എപ്പോഴും മാക്സിമം പവർ ഓഫ് ഓൾ മെമ്പേഴ്സ് സൊസൈറ്റി ടു മേക്ക് ദ ബെസ്റ്റ് ദംസെൽഫ്, അതായിരിക്കണം സൊസൈറ്റിയുടെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ദ ഐഡിയൽ ട്രൂ ഫ്രീഡം ഈസ് ദ മാക്സിമം ഓഫ് പവർ ഓൾ മെമ്പേഴ്സ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി അലൈക്ക് ടു മേക്ക് ദ ബെസ്റ്റ് ദംസെൽഫ്. അത് ഏത് വഴിയിലേക്കൂടി ആയിക്കോട്ടെ, എല്ലാവരും അവരുടെ ബെസ്റ്റ് ലേക്ക് വന്നിട്ട് അതൊരു സോഷ്യൽ കോൺട്രിബ്യൂഷനും കൂടി ആയിരിക്കുന്ന സൊസൈറ്റിയാണ് ഒരു ജസ്റ്റ് സൊസൈറ്റി എന്ന ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന്. പിന്നെ പറയുന്നത് നമ്മുടെ എന്താണ്, അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിൽ ആൺകുട്ടികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അമ്മമാർ പെട്ടെന്ന് കൊടുക്കും. അതുപോലെ എന്താണ്, ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാരന്റിങ്ങിൽ പെൺകുട്ടികൾക്ക് കൊടുക്കണമെന്നില്ല. അപ്പോൾ ആ ഒരു നമ്മളൊരു റിലേഷനാലിറ്റി തന്നെ ആ ഒരു ഡിഫറൻസ് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അതിനെക്കുറിച്ചിട്ടാണ് പിന്നെ ഇവിടെയുള്ള എക്സ്പ്ലനേഷൻ മുഴുവൻ നമുക്ക് ആ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഒരു സൈക്കോ അനലിസ്റ്റിക് ഫെമിനിസ്റ്റ് തിങ്കേഴ്സ് പറയുന്നത് മദർ ഡൊമിനേറ്റഡ് പാരന്റിങ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ജെൻഡർ ഡിഫറൻസ്. എന്താണ് നമ്മൾ പറയുന്നത്, മദേഴ്സ് മോർ വില്ലിംഗ് ടു എൻകറേജ് സെപ്പറേഷൻ, ഇൻഡിവിജ്വലൈസേഷൻ ഇൻ ദ കേസ് ഓഫ് സൺസ്. ഇപ്പോൾ ബോയ്സ് ലേൺ ടു ഫിയർ ക്ലോസ്നെസ് വിത്ത് മദർ ആൻഡ് ലീഡ് ടു ഡിനയൽ ഓഫ് അറ്റാച്ച്മെന്റ് ഇൻ അഡൽഹുഡ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡോട്ടേഴ്സ് വാട്ട് വിൽ ഹാപ്പൺ, മദേഴ്സ് എന്ത് ചെയ്യുന്നില്ല, ആ ഒരു മദേഴ്സ് ലെസ് വില്ലിംഗ് ടു ഗീവ് അപ്പ് ദീസ് അറ്റാച്ച്മെന്റ്. അപ്പോൾ ഒരു മോർ എന്താണ്, റിലേഷണലി ഓറിയന്റഡ് ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പറയും ഫ്രീഡം എന്ന് പറയുന്നത് മെയിൽ ബാസ്ഡ്, അതായത് റൂട്ടഡ് ഇൻ മെൻ എക്സ്പീരിയൻസ് ഓഫ് സെപ്പറേഷൻ ആണെന്ന് പറയാം. എന്ന് വെച്ചാൽ ഒരു മിസ്ഗൈഡഡ് വ്യൂ ആണ്. നമ്മളെ കാര്യത്തിൽ ആരും ഇന്റർഫിയർ ചെയ്യരുത്, ഞാൻ ആണാണ്, എൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറയുന്നത് പോലെ. ആബ്സെൻസ് ഓഫ് അതേഴ്സ്, നൺ ഇന്റർഫിയറൻസ്. ബട്ട് ആക്ച്വലി ദിസ് ഓട്ടോണോമി ഡെവലപ്പ് ത്രൂ ദ ഇന്ററാക്ഷൻ വിത്ത് അതേഴ്സ്, നോട്ട് ഇൻ ഐസൊലേഷൻ. നമ്മൾ ഒരു റൂമിനുള്ളിൽ ഒറ്റക്ക് രാവിലെ തൊട്ടിട്ട് ഒരു 10-20 വർഷം ഇരുന്നാലും നമുക്ക് അവിടെ ഓട്ടോണോമി ഇല്ല. നമ്മുടെ ഒരു മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ, മാൻ കനോട്ട് സർവൈവ് ഓർ സസ്റ്റെയിൻ വിത്തൗട്ട് സൊസൈറ്റി ആണ്. അപ്പോൾ ദർഫോർ ഫ്രീഡം മസ്റ്റ് ബി റീകൺസെപ്ച്വലൈസ്ഡ് ആസ് റിലേഷണൽ. നമ്മളൊരു റിലേഷണലായിട്ടുള്ള ഫ്രീഡം ആണ് നമുക്ക് വേണ്ടത്, അല്ലാതെ ഒരു എന്താണ്, ഒരു ഐസൊലേഷനുള്ള ഇതല്ല. അതാണ് ഒരു ഫെമിനിസ്റ്റ് കറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോണോമി എങ്ങനെയാണ്, നമ്മുടെ ഇന്ററാക്ഷനിലൂടെ, കെയർ, അറ്റാച്ച്മെന്റ്, ഒരു കമ്മ്യൂണിറ്റിയിലൂടെ, നമ്മളൊരു നെറ്റ്വർക്കിലൂടെ നമ്മളെ ഷേപ്പ് ചെയ്യാനുള്ള തരത്തിലേക്ക് ആ ഫ്രീഡം മാറണം. അപ്പോൾ അവിടെ ഒരു സാക്രിഫൈസും കോഓപ്പറേഷനും ഒക്കെ വേണം. അതായത് കോഓപ്പറേഷൻ, കെയർ, ഇന്റർ ഡിപ്പെൻഡൻസ്, അതാണ് നമ്മുടെ ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ ഫ്രീഡം എന്ന് പറയുന്നത്. അല്ലാതെ ഇൻഡിവിജ്വലിസ്റ്റിക്കും അല്ല, ആബ്സെൻസ് ഓഫ് അതേഴ്സും അല്ല. സോ ആബ്സെൻസ് ഓഫ് ഇന്റർഫിയറൻസ് ഫ്രീഡം എന്നതിനെ ചലഞ്ച് ചെയ്യാണ് ഫെമിനിസ്റ്റ് വ്യൂസ് ചെയ്യുന്നത്.
ഇനി കെറോളി പറ്റാമൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഫ്രീഡം എന്ന് പറയുന്നത് അമേരിക്കൻ സൈക്കോ അനലൈറ്റിക് തിയറിയും ട്രഡീഷണൽ സോഷ്യൽ കോൺട്രാക്ട് തിയറിയും അദ്ദേഹം ചലഞ്ച് അവർ സ്ത്രീയാണ് അവർ ചലഞ്ച് ചെയ്തിട്ട് എന്താണ് ഒരു ന്യൂ സ്റ്റോറി ഓഫ് ഫ്രീഡം കൊണ്ടുവരുന്നത്. ഒരു വുമൺ പേഴ്സ്പെക്റ്റീവിലാണ് അവർ കൊണ്ടുവരുന്നത്. അതായത് ഷീ കൺസേൺ വിത്ത് അൾട്ടർനേറ്റീവ് കൺസെപ്ഷൻ ഓഫ് ഫ്രീഡം, ക്രിട്ടിക്കൽ ഓഫ് അമേരിക്കൻ സൈക്കോ അനലൈറ്റിക് തിയറി, ബട്ട് ഓൾസോ ചലഞ്ചസ് സോഷ്യൽ കോൺട്രാക്ട് തിയറി. അവർ പറയുന്നത് ഈ ക്ലാസിക്കൽ കോൺട്രാക്ട് തിയറി ഒരു ഇൻഡിവിജ്വല് ആസ് ഇഫ് ദേ ഓൺ പ്രോപ്പർട്ടി ഇൻ ദംസെൽഫ്, അവരിലൊരു പ്രോപ്പർട്ടി ഉള്ളതുപോലെയാണ് പറയുന്നത്. എല്ലാ ഫെമിനിസ്റ്റും അതങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് സോഷ്യൽ കോൺട്രാക്ട് ഒരു സെക്ഷൽ കോൺട്രാക്ട് ആണ് ഈ സൊസൈറ്റിയിൽ ഉള്ളത് എന്നാണ്. അപ്പം അദ്ദേഹം പറയുന്നത് മെന്നിലാണ്, അതായത് ഈക്വൽ സെക്ഷൽ ആക്സസ് ടു വുമൺ എന്നുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് വരുന്നതാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു പാട്രിയാർക്കൽ സിവിൽ സൊസൈറ്റി ഉണ്ടായിരിക്കുന്നത്, ന്യൂട്രൽ അല്ലാത്തത്. അപ്പം ഒരു പുരുഷന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ സബ്ജക്ഷനിൽ അവന് മുമ്പിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ആ ഒരു സമർപ്പണം, സ്ത്രീ അടിച്ചമർത്തലാണ്. അപ്പൊ സിവിൽ ഫ്രീഡം എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി ഒരു മാസ്കുലിൻ പ്രിവിലേജ് ആണ്. ഇതൊരു സോഷ്യൽ അല്ല, ഇതൊരു സെക്ഷുവൽ ആൻഡ് സ്ലേവ് ലൈക്ക് ഫ്രീഡം ആണ്. അപ്പൊ സെക്ഷുവൽ ആ ഒരു സെക്ഷുവൽ ആയിട്ടുള്ള ആ ഒരു ജെൻഡർ റോള് വുമൺ, അതുകൊണ്ടാണ് അവിടെ അൺഫ്രീ ആയിരിക്കുന്നത്. അപ്പം പുരുഷന്മാർ എല്ലാവർക്കും ഈക്വലി ആ ഒരു സെക്ഷൽ കോൺട്രാക്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഫ്രീഡം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയോ ഒന്നുമല്ല. ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് എക്കണോമിക് ഇൻഡിപെൻഡൻസ് ആയിട്ടാണ് ഫ്രീഡം പറയുന്നത്. അപ്പോൾ ഫ്രീഡം എന്ന് പറയുന്നത് എല്ലാ സിറ്റിസണും ഇന്റർഡിപെൻഡന്റ് ആയിരിക്കണം, അല്ലാതെ ഒരു സ്ഥലത്ത് ഐസോലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതിനല്ല അവർ ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു കോൺട്രാക്ട് ലാംഗ്വേജ് അല്ല വുമൺ ഫ്രീഡം. സി ഇൻഡിവിജ്വൽസ് ആസ് പ്രോപ്പർട്ടി ഓണേഴ്സ് ഓവർ ദംസെൽഫ്. ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് ഒരു മാർക്കറ്റ് പാർട്ടിസിപ്പേഷനിലുള്ളത് പോലെയാണ്. അപ്പോൾ എന്താണ് ഇൻഡിപെൻഡൻസ് എന്നത് ഓട്ടോണോമിയിലേക്ക് പോകണമെങ്കിൽ അവിടെ എന്ത് വരണം? ഇന്റർ ഡിപ്പെൻഡൻസ് വേണം, ഐസൊലേഷൻ അല്ല വേണ്ടത്. അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ ഈ ഒരു ലിബർട്ടി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഇതൊന്ന് വായിച്ചു കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. എന്നിട്ട് നമുക്ക് പോയിന്റ്സിന് മാത്രമായിട്ട് ഒരു വീഡിയോ, ഞാൻ ഷോർട്ട് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഇട്ടിട്ട് ഒരു വീഡിയോ അതിന്റെ അവസാനം ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഉള്ളത് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.